അപകീർത്തികരമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ പരിഗണിക്കുന്നത്. ദീപക് തർമ്മടം വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മടം, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഷിംജിത മുസ്തഫ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ഇന്ന് ജാമ്യഹർജിയിൽ വാദമുണ്ടാകും. വാദം വെച്ചാൽ അത് ഓർഡേഴ്സിന് വേണ്ടി മാറ്റിവെക്കുകയായിരിക്കും ഉണ്ടാവുക. ഇന്നലെ കോടതി അവധിയായിരുന്നു. പക്ഷേ പോലീസിനോട് ഇനി കസ്റ്റഡി ആവശ്യമുണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യണമെന്ന് ജഡ്ജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അത് ജില്ലാ കോടതിയിലല്ല, പ്രിൻസിപ്പൽ സെഷൻസിലല്ല ഫയൽ ചെയ്യേണ്ടത്. ആ കേസ് കൈകാര്യം ചെയ്യുന്ന മജിസ്ട്രേറ്റ് കോടതി, കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ഇതുവരെ അത്തരത്തിൽ ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വിവരം. ഇന്ന് കാലത്ത് സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ കാര്യമായിരിക്കും പ്രോസിക്യൂഷൻ ജില്ലാ കോടതിയിൽ വാദിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഓർഡേഴ്സിന് വെക്കാതെ മാറ്റിവെക്കലായിരിക്കും. അതായത് ജാമ്യം അനുവദിക്കാതെ വീണ്ടും കസ്റ്റഡിയിലേക്ക് പോയി അതിനുശേഷം ജാമ്യം അനുവദിക്കലായിരിക്കും സ്വാഭാവികമായും ഉണ്ടാവുക. കാരണം അതാണ് ജുഡീഷ്യൽ നടപടിക്രമം. ഏതായാലും ജില്ലാ കോടതി തന്നെ ഇനിയും കസ്റ്റഡിയിൽ ആവശ്യമുണ്ടെങ്കിൽ ഹർജി സമർപ്പിക്കാൻ വേണ്ടി മാറ്റിവെച്ച സാഹചര്യത്തിൽ ഇന്നുണ്ടാവാൻ പോകുന്നത്, ഇന്ന് ജാമ്യത്തിൽ തീരുമാനമുണ്ടാകില്ല. സ്വാഭാവികമായും പ്രോസിക്യൂഷന് പറയാനുള്ളത് ചോദിക്കും, പ്രോസിക്യൂഷന് പറയാനുള്ളത് പറയും. നേരത്തെ തന്നെ പ്രതിഭാഗം ഇതിൽ 108 BNS നിൽക്കില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. കാരണം കൽപ്പിച്ചു കൂട്ടിയല്ല വീഡിയോ എടുത്തത്. പക്ഷേ സാങ്കേതികമായ തെളിവുകൾ, മറ്റ് സാക്ഷിമൊഴികൾ ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇത് കൽപ്പിച്ചു കൂട്ടി വീഡിയോ ചിത്രീകരിച്ച് അപമാനിച്ചതാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു ലൈംഗിക അതിക്രമം നടത്തി എന്ന് ചിത്രീകരിക്കുകയായിരുന്നു ഷിംജിതയുടെ ലക്ഷ്യം എന്ന് പോലീസിന് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തുടർവാദമായിരിക്കും. വാദം കഴിഞ്ഞ് അതിൻ്റെ തീരുമാനത്തിലേക്ക് കടക്കും, ഓർഡേഴ്സിന് വയ്ക്കും. എസ് കെ എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.